നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ദൃശ്യ മുബാറക്ക് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന സ്ഥാനാർത്ഥി വോട്ടർമാരോട് വോട്ടപേക്ഷിക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി 24-ാം വാർഡ് മത്സരിക്കുന്ന സക്കീന മൊയ്തീൻ്റെ അടുത്താണ് നമുക്ക് പോകേണ്ടത്. സക്കീന ചില്ലറക്കാരിയല്ല, ഒരു പ്രാവശ്യം ജയിച്ച് ഓൾറെഡി ഇപ്പോൾ മെമ്പറായി നിൽക്കുകയാണ്. അടുത്തതിലും മത്സരിക്കുന്നുണ്ട്. അതിനു മുമ്പ് സക്കീനയുടെ ഭർത്താവ് മൊയ്തീൻ കുഞ്ഞ് മത്സരിച്ച് ജയിച്ച വാർഡാണ് ഇത്. മുസ്ലിം ലീഗിനൊരു ഭീഷണി വാർഡാണ്. ഇതുവരെ മുസ്ലിം ലീഗിന് അവരോട് കയറാൻ പറ്റിയിട്ടില്ല. റിബലാണ്, ചില്ലറക്കാരിയല്ല സക്കീന. ഇപ്രാവശ്യവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അവരുടെ അഭിപ്രായം. ഇതുവരെ മുസ്ലിം ലീഗ് പല ചർച്ച നടന്നിട്ടും അവരെ യോജിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് മുസ്ലിം ലീഗിനൊരു വലിയ പരാജയം തന്നെയാണ്. ഓക്കെ, ഞാൻ സക്കീന മൊയ്തീൻ, 24-ാം വാർഡ് 1 മുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മൊബൈൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. നിലവിൽ ഞാൻ കൗൺസിലറാണ്. വീണ്ടും ആവശ്യാർത്ഥം ഞാൻ വീണ്ടും ജനവിധി തേടുകയാണ്. എല്ലാവരുടെയും നല്ല അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗായിട്ട് വീണ്ടും പിണക്കത്തിലാണോ? നമ്മൾ അങ്ങനെയുള്ള ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മളുടെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. മുസ്ലിം ലീഗ് പിന്നെ ഇതുവരെ ചർച്ചക്കൊന്നും അവരെ വിളിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ അതിനുമായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അതിനുമായിട്ട് ശ്രമിച്ചിട്ടുമില്ല. ഇപ്പോഴും റിബലാണ്. റിബലായി തന്നെയാണ് മത്സരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വിജയിച്ചു. രണ്ടാമതും ഞാൻ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് ചെയ്യാനുള്ള പ്ലാനിങ്ങുമായിട്ട് ജനങ്ങൾ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കുകയായിരുന്നു. നിങ്ങൾ തന്നെ നിന്നാൽ എന്താണ് ആ ആവശ്യാർത്ഥം ഞങ്ങൾ വീണ്ടും മത്സരക്കളത്തിലേക്ക് ഇറങ്ങിയതാണ്. നിലവിൽ ഞാൻ കൗൺസിലറാണ്. അതിനു മുമ്പ് എൻ്റെ ഭർത്താവാണ്. മൂന്നാമത് ഇപ്പോൾ ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് എൻ്റെ ജനങ്ങളുമായിട്ട് നല്ലൊരു വിശ്വാസമുണ്ട്. അവർ ഞങ്ങളെ പിന്തുണയ്ക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. അതിന് എന്താണ് ഈ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ഈ നാട്ടുകാർക്കും ഈ വോട്ടർമാർക്കും ചെയ്തു കൊടുക്കുന്ന എന്താണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ആ എല്ലാ കാര്യങ്ങളും എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ അത് നൽകുമെന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. UDF അധികാരത്തിൽ വരാൻ സീറ്റ് കുറഞ്ഞാൽ അതിന് പിന്തുണ കൊടുക്കും. അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവരുടെ തീരുമാനം അന്തിമമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ചിഹ്നമായ മൊബൈൽ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ ബഹുഭൂരിപക്ഷ വോട്ടോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.